നമസ്കാരം. കേരള ഹോട്ടൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഷവർമ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് 1557 പ്രത്യേക പരിശോധനകൾ നടത്തിയതായി ആരോഗ്യവകുപ്പ്. മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ 5-6 തീയതികളിലായി രാത്രികാലങ്ങളിലാണ് പരിശോധന നടത്തിയതെന്ന് അറിയിച്ചു. 59 സ്ക്വാഡുകളാണ് പരിശോധനകൾ നടത്തിയത്. 256 സ്ഥാപനങ്ങൾ റെക്ടിഫിക്കേഷൻ നോട്ടീസും 263 സ്ഥാപനങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് നോട്ടീസും നൽകി. വീഴ്ചകൾ കണ്ടെത്തിയ 45 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. എറണാകുളം ആലുവയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് വെളിച്ചെണ്ണ മോഷ്ടിച്ച കേസിലെ പ്രതി പിടിയിൽ. ആസം സ്വദേശി ജാവേദ് അലിയെയാണ് ആലുവ പോലീസ് പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടിയത്. തൊട്ടുമുഖത്തെ ഷാ വെജിറ്റബിൾസിലാണ് മോഷണം നടന്നത്. 30 കുപ്പി വെളിച്ചെണ്ണയും 1 പെട്ടി ആപ്പിളും 5000 രൂപ ഉൾപ്പെടെയാണ് പ്രതി കവർന്നത്. മലപ്പുറം ആദവനാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ ചിക്കൻ പോക്സ് വ്യാപനം. 57 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചു. സ്കൂളിലെ LP UP വിഭാഗങ്ങൾ ഒരാഴ്ചത്തേക്ക് അടച്ചു. ഹൈസ്കൂൾ ക്ലാസുകൾ ആരോഗ്യവകുപ്പിൻ്റെ കർശന നിർദ്ദേശങ്ങൾ പാലിച്ച് പ്രവർത്തിക്കും. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ കൈക്കൂലി പണം ഗൂഗിൾ പേ വഴി കൈമാറുന്നതായി വിജിലൻസ് കണ്ടെത്തി. സംസ്ഥാനത്തെ 72 സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ഓപ്പറേഷൻ സെക്വർലാൻഡ് എന്ന പേരിലാണ് സംസ്ഥാനത്ത് വ്യാപകമായി പരിശോധന നടത്തിയത്. കുന്നമംഗലത്ത് വിദ്യാർത്ഥികളെ കയറ്റാൻ ബസ് തടഞ്ഞ് ഹോംഗാർഡ്. വിദ്യാർത്ഥികളെ കയറ്റാതെ ബസ് പോകുന്നതോടെയാണ് ഹോംഗാർഡ് ബസ് തടഞ്ഞത്. ഹോംഗാർഡിൻ്റെ നടപടി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് വിദ്യാർത്ഥികൾ. കുന്നമംഗലം കാരന്തൂരിൽ ഇന്നലെ വൈകിട്ടാണ് സംഭവം. കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. കോട്ടയം കുമ്മണ്ണൂരിലാണ് അപകടമുണ്ടായത്. പട്ടിത്താനം മാളികാപ്പറമ്പിൽ അഭിജിത്താണ് മരിച്ചത്. ഇന്ന് രാവിലെ 8:30യോടെയാണ് ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ വെച്ചായിരുന്നു വാഹനങ്ങൾ കൂട്ടിയിടിച്ചത്. കിടങ്ങൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അർജന്റീന ടീമിൻ്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കായിക മന്ത്രിക്കെതിരെ അർജന്റീന. കരാർ ലംഘനം നടത്തിയത് കേരള സർക്കാരെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. സർക്കാർ കരാർ വ്യവസ്ഥകൾ പൂർത്തീകരിച്ചില്ല. കരാർ ലംഘിച്ചത് കേരള സർക്കാർ എന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ചീഫ് മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ ഹെഡ് ലിയാൻഡ്രോ പീറ്റേഴ്സൺ. മിനിമം ബാലൻസ് പരിധി കുത്തനെ ഉയർത്തി രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്വകാര്യ ബാങ്കായ ICICI ബാങ്ക്. ഈ മാസം ആദ്യം മുതൽ സേവിങ്സ് അക്കൗണ്ട് തുറന്ന ഉപഭോക്താക്കൾക്ക് മെട്രോ നഗരപ്രദേശങ്ങളിൽ 50,000 രൂപയും അർദ്ധനഗര പ്രദേശങ്ങളിൽ 25,000 രൂപയും ഗ്രാമീണ മേഖലകളിൽ 10,000 രൂപയും മിനിമം ശരാശരി ബാലൻസ് നിർബന്ധമാക്കി. ബാങ്കിൻ്റെ വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് വന്നിരിക്കുന്നത്. മിനിമം ബാലൻസിന് താഴെ പോയാൽ ബാങ്ക് പിഴ ഈടാക്കും. ICICI ബാങ്കിൽ ആവശ്യമായ മിനിമം ബാലൻസ് കുറവുള്ള തുകയുടെ 6%, 500 രൂപയോ ഏതാണോ കുറവ് അത് പിഴയായി ഈടാക്കുമെന്ന് ബാങ്ക് അറിയിച്ചു. നാസയുടെ അപ്പോളോ 13 ബഹിരാകാശ ദൗത്യത്തിൻ്റെ കമാൻഡറായിരുന്ന ജിം ലോവൽ അന്തരിച്ചു. ചിക്കാഗോയിൽ 97 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യമെന്ന് നാസ അറിയിച്ചു. ചന്ദ്രനിലേക്കുള്ള യാത്രയ്ക്കിടെ ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിച്ച ആശങ്കയിലായ അപ്പോളോ 13 പേടകത്തെ പസഫിക് സമുദ്രത്തിൽ സാഹസികമായി ഇറക്കി ലോകത്തെ വിസ്മയിപ്പിച്ച ബഹിരാകാശ സഞ്ചാരിയായിരുന്നു ജിം ലോവൽ. ഏറ്റവും കൂടുതൽ ബഹിരാകാശ യാത്ര നടത്തിയ സഞ്ചാരികളിൽ ഒരാൾ കൂടിയാണ് ജിം ലോവൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.